Hello dear JEE aspirants, welcome back to EduPod. So, നമ്മുടെ JEE മെയിൻസും JEE അഡ്വാൻസ് എക്സാംസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ അഡ്മിഷനെ കുറിച്ചിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും അല്ലേ ഇത്, അലോട്ട്മെന്റുകളെ കുറിച്ചും മറ്റുമൊക്കെ ആയിട്ട്. സോ നമ്മുടെ ദാസ സ്കീം അഥവാ നമ്മുടെ ഡയറക്റ്റ് അഡ്മിഷൻ ഫോർ സ്റ്റുഡൻസ് അബ്രോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ദാസ സ്കീം ഉണ്ട് നമ്മുടെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ഫോറിൻ സ്റ്റുഡൻസിനും അതോടൊപ്പം തന്നെ ഹയർ സെക്കൻഡറി അതായത് +1 +2 കേരളത്തിലെ ഇന്ത്യയിലല്ലാതെ നമ്മുടെ അബ്രോഡ് പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസിന് ദാസ എന്ന് പറഞ്ഞ ഒരു പോർട്ടൽ വഴി എല്ലാ NIT-കളിലും അതോടൊപ്പം തന്നെ 11 IIIT-കളിലും ഏതാണ്ട് ഒരു 15% സീറ്റ്സ് സൂപ്പർ ന്യൂമററി ആയിട്ട് റിസർവ്ഡ് ഉണ്ട്. സോ അതിലേക്ക് എത്തിച്ചേരാൻ എത്രത്തോളം റാങ്ക് വേണമെന്നും അതിലേക്ക് NIT കാലിക്കറ്റിൽ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ദാസയിൽ നമുക്കറിയാവുന്നത് പോലെ തന്നെ 2 കാറ്റഗറി ഉണ്ട്, നോൺ CIWGയും CIWGയും. CIWG എന്ന് വെച്ചാൽ ചിൽഡ്രൻസ് ഓഫ് ഇന്ത്യൻ വർക്കേഴ്സ് അറ്റ് ഗൾഫാണ്. ഗൾഫ് കൺട്രികളിലുള്ള സ്റ്റുഡൻസിന് ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ, അതായത് ഫീല് നമ്മുടെ വരുന്ന നോർമലി ഉള്ള കേരള അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റുഡൻസിന് വരുന്ന അതേ ഫീസ്, അതായത് 62,500 എന്നുള്ള രീതിക്ക് മാത്രമേ വരുള്ളൂ. അല്ലാതെ ദാസ സ്കീം നോൺ CIWGയിൽ വരികയാണെങ്കിൽ 2 കാറ്റഗറിയിലാണ് ഫീസ് വരുന്നത്. ഒന്ന് സാർക്ക് കൺട്രീസ് അഥവാ സൗത്ത് ഏഷ്യൻ റീജിയണൽ അസോസിയേഷനിലുള്ള കൺട്രികൾ, അല്ലെങ്കിൽ നോൺ സാർക്ക് കൺട്രീസ്. സാർക്ക് കൺട്രീസിലാണെങ്കിൽ $2,000 നോൺ സാർക്ക് കൺട്രീസിലാണെങ്കിൽ $4,000 പെർ സെമസ്റ്റർ ഫീ ആയിട്ട് വരുന്നുണ്ടാവുക. സോ നമുക്ക് കഴിഞ്ഞ വർഷം NIT കാലിക്കറ്റിൽ ദാസ CIWG മുഖേനയും നോൺ CIWG മുഖേനയും എത്രത്തോളം റാങ്ക് വേണ്ടി വന്നിട്ടുണ്ട്. ആക്ച്വലി സ്പീക്കിംഗ് JEE മെയിൻസിന് നമ്മുടെ നോർമൽ ഈ കേരളത്തിൽ നിന്നുള്ള സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റുഡൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയ റാങ്കിന് തന്നെ, അതായത് 100,000-ലധികം റാങ്ക് കിട്ടിയ ആൾക്കാർ തന്നെയാണ് കൂടുതലും NIT-കളിലും മറ്റുമൊക്കെ കയറിയിട്ടുള്ളത്. സോ നമുക്ക് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ദാസ CIWG പ്രോഗ്രാം മുഖേന കയറിയിട്ടുള്ളതാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ആർക്കിടെക്ചറിലേക്ക് എടുക്കുകയാണെങ്കിൽ ആർക്കിടെക്ചർ നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ ഓൾ ഇന്ത്യ ലെവലിൽ ആർക്കിടെക്ചറിൽ സെക്കൻഡ് ആണ് NIRF റാങ്കിങ്ങിൽ NIT കാലിക്കറ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് പോലും 1071 വരെ റാങ്കുള്ള സ്റ്റുഡൻസിന് എന്ത് കിട്ടിയിട്ടുണ്ട്, NIT കാലിക്കറ്റിൽ സീറ്റ് കിട്ടിയിട്ടുണ്ട് ആർക്കിടെക്ചറിൽ. പിന്നെ ബയോടെക്നോളജിയിലേക്ക് വരികയാണെങ്കിൽ ഇതാ നിങ്ങൾ നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2,14,118 വരെ റാങ്കുള്ള സ്റ്റുഡൻസിന് നമുക്ക് ബയോടെക്നോളജിയിൽ, അതായത് ഞാൻ പറയുന്നത് JEE മെയിൻസുള്ള CRL റാങ്കാണ്. ഇത്രയും റാങ്കുള്ള സ്റ്റുഡൻസിന് എന്ത് കിട്ടിയിട്ടുണ്ട്, NIT കാലിക്കറ്റിൽ സീറ്റ് കിട്ടിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് പോവുകയാണെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗിൽ 1,95,952, ദാറ്റ് ഈസ് 1.9 lakh റാങ്ക് ഉള്ള സ്റ്റുഡൻസിനൊക്കെ NIT കാലിക്കറ്റിൽ കെമിക്കൽ എഞ്ചിനീയറിംഗിന് CIWG, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്രയാണോ ഇന്ത്യൻ സ്റ്റുഡൻസ് പേ ചെയ്യുന്ന പെർ സെമസ്റ്റർ ഫീ, അതേ ഫീയിൽ തന്നെ പഠിക്കാനുള്ള അവസരം ആർക്കും കിട്ടിയിട്ടുണ്ട്. CIWG സ്റ്റുഡൻസ് മുഖേന CIWG ദാസ സ്റ്റുഡൻസിന് കിട്ടിയിട്ടുണ്ട്. ദെൻ അടുത്ത വൺ ഓഫ് ദി ക്രീം ബ്രാഞ്ച് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസിലേക്ക് വരികയാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ നമുക്ക് ആ ഒരു ചെറിയ വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ട്. എങ്കിൽ പോലും 77,900, ഏതാണ്ട് 78,000 റാങ്കുള്ള സ്റ്റുഡൻറ്റിന് CIWG കാറ്റഗറി മുഖേന NIT കാലിക്കറ്റിൽ കഴിഞ്ഞ വർഷം സീറ്റ് ലഭിച്ചിട്ടുണ്ട്. ദെൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിലേക്ക് വരികയാണെങ്കിൽ ഈ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അഥവാ ട്രിപ്പിൾ ബ്രാഞ്ചിലേക്ക് വരികയാണെങ്കിൽ 1.6 lakh അല്ലെങ്കിൽ 1,62,162 വരെ റാങ്കുള്ള സ്റ്റുഡൻറ്റിനാണ് NIT കാലിക്കറ്റിൽ ട്രിപ്പിൾ ബ്രാഞ്ചിൽ ലഭിച്ചിട്ടുള്ളത്. ഒബ്വിയസ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിലേക്കൊക്കെ വരികയാണെങ്കിൽ 10,000-ൽ താഴെ റാങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ NIT കാലിക്കറ്റിൽ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ സ്വപ്നം കാണേണ്ടത് പോലുള്ളൂ. സോ അത് നോക്കുമ്പോൾ വളരെ വലിയ ഡിഫറൻസ് ആണ് ആക്ച്വലി ഇത് വരുന്നത്. ഇത് ആക്ച്വലി അബ്രോഡ് പഠിക്കുന്ന +1 +2 അബ്രോഡ് പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ ദാസ സ്കീമിനെ കുറിച്ചും മറ്റും ഒക്കെ. ദെൻ അടുത്ത ബ്രാഞ്ചിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അഥവാ ECE എന്ന് പറയുന്ന ബ്രാഞ്ചിന് വന്നിട്ടുള്ളത് നമ്മുടെ ലാസ്റ്റ് റാങ്ക് നോക്കുകയാണെങ്കിൽ 1,13,231 അല്ലെങ്കിൽ 1.1 lakh റാങ്കിന് മുകളിലാണെങ്കിൽ പോലും NIT കാലിക്കറ്റിൽ സീറ്റ് ലഭിക്കുന്നുണ്ട്. ദെൻ ദി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എനർജി എഞ്ചിനീയറിംഗിലേക്ക് വരികയാണെങ്കിൽ 2,68,309 അഥവാ 2.6 lakhന് മുകളിൽ റാങ്കുള്ള ആൾക്കാർക്കും എനർജി എഞ്ചിനീയറിംഗിൽ സീറ്റ് ലഭിച്ചിട്ടുണ്ട്. ദെൻ എഞ്ചിനീയറിംഗ് ഫിസിക്സിലേക്ക് വരികയാണെങ്കിൽ 1.7844
3 അതായത് 1,78,443 റാങ്കുള്ള സ്റ്റുഡൻറ്റിനാണ് NIT കാലിക്കറ്റിൽ എനർജി എഞ്ചിനീയറിംഗിൽ സീറ്റ് ലഭിച്ചിട്ടുള്ളതെങ്കിൽ നമ്മൾ മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിലേക്ക് പോവുകയാണെങ്കിൽ 4,19,977. അതായത് നമ്മൾ നോക്കണം, ഏതാണ്ട് 17 ലക്ഷം ആൾക്കാരെ എഴുതിയ എക്സാമിൽ നിന്ന് 4 ലക്ഷത്തിൽ മുകളിലാണ് നമ്മുടെ റാങ്ക് എങ്കിൽ പോലും നമുക്ക് ദാസ സ്കീം മുഖേന അഡ്മിഷൻ കിട്ടാനുള്ള സുവർണ അവസരമാണ് ആക്ച്വലി NITകളിലൊക്കെ. സോ ഇനി അടുത്ത ബ്രാഞ്ച് ആയിട്ടുള്ള നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് പോവുകയാണെങ്കിൽ 1,96,041, അതായത് ഏതാണ്ട് 2 ലാഖിനോട് അടുത്ത റാങ്കുള്ള ആൾക്കാർക്കും എന്ത് കിട്ടിയിട്ടുണ്ട്? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കിട്ടിയിട്ടുണ്ട്. ദെൻ ദി നെക്സ്റ്റ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിലേക്ക് പോവുകയാണെങ്കിൽ 4,98,621, ഏതാണ്ട് 5 ലക്ഷത്തോളം റാങ്കുള്ള സ്റ്റുഡൻറ്റിന് എന്ത് കിട്ടിയിട്ടുണ്ട്? NIT കാലിക്കറ്റിൽ ദാസ സ്കീം മുഖേന പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിൽ സീറ്റ് ലഭിച്ചിട്ടുണ്ട്. ദെൻ ഇത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളത് CIWG സ്കീം മുഖേനയുള്ളതാണ്. അതായത് എത്രയാണോ ഇന്ത്യയിലെ സ്റ്റുഡൻസ് പേ ചെയ്യുന്ന ഫീ, അതേ ഫീ കൊടുത്ത് പഠിക്കാൻ പറ്റുന്ന അബ്രോഡ് പഠിച്ച സ്റ്റുഡൻസ് ഉള്ള സ്കീമാണ് CIWG. അതിൽ വരുന്നത് വെച്ചാൽ 15% ഞാൻ നേരത്തെ പറഞ്ഞു സൂപ്പർ ന്യൂമററി ആയിട്ട് ദാസ സ്കീമിലുണ്ടെങ്കിൽ അതിൻ്റെ 1/3, അതായത് 5% ആണ് CIWGയിൽ വരുന്ന സീറ്റുകളുടെ എണ്ണം. ദെൻ നോൺ CIWG ദാസ സ്കീമിലാണ് ഞാൻ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. സോ അതിൽ നമ്മുടെ ആർക്കിടെക്ചറിൽ വരുന്നത് എന്ന് വെച്ചാൽ ആർക്കിടെക്ചറിൽ 11,052 വരെ റാങ്ക്, 11,052 വരെ റാങ്കുള്ള ആൾക്കാർക്ക് ആർക്കിടെക്ചറിൽ ലഭിച്ചിട്ടുണ്ട്. നമ്മൾ നോക്കണം, നേരത്തെ CIWGയിലേക്ക് വരികയാണെങ്കിൽ 1000 സംതിങ് ആയിരുന്നു, നേരെ ഒരു 10,000ന്റെ ഡിഫറൻസ് ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇനി ബയോടെക്നോളജിയിലേക്ക് വരികയാണെങ്കിൽ ബയോടെക്നോളജിയിൽ 8,18,619, 18,619 എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നോർമൽ, അതായത് നമ്മുടെ നോർമൽ ഇന്ത്യയിൽ പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം 50,000-ൽ താഴെ റാങ്ക് ആണെങ്കിൽ NITകൾ സ്വപ്നം കാണുകയോ വേണ്ട എന്നുള്ള, NIT കാലിക്കറ്റ് സ്വപ്നം കാണുകയോ വേണ്ട എന്നുള്ള രീതിയിലാണ് എന്നുള്ളത് വെച്ച് ആലോചിക്കുമ്പോഴാണ് ഇതിൻ്റെ ബെനിഫിറ്റ് എത്രത്തോളം ആണ് എന്ന് നമുക്ക് മനസ്സിലാവുക. ദെൻ കെമിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് പോവുകയാണെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 8,43,474 വരെ റാങ്കുള്ള ആൾക്കാർക്ക് ദാസ നോൺ CIWG കാറ്റഗറി മുഖേന NIT കാലിക്കറ്റിൽ കയറാൻ പറ്റിയിട്ടുണ്ട്. ദെൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിലേക്ക് പോവുകയാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ 1,26,093 റാങ്ക് വരെയുള്ള സ്റ്റുഡൻസിന് NIT കാലിക്കറ്റിൽ സീറ്റ് ലഭിച്ചിട്ടുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10,000-ലും താഴെ റാങ്കുള്ളവർ ആലോചിക്കുക പോലും ചെയ്യേണ്ടാത്ത ബ്രാഞ്ചാണ് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത്, നോർമൽ ഇന്ത്യൻ സ്റ്റുഡൻ്റ് ആണെങ്കിൽ. ദെൻ ഈ ഒരു ദാസ സ്കീം മുഖേന അത്രയും വലിയ ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മളെ പലരുടെയും സ്റ്റുഡൻസിന് വരുന്നത്. സോ ഇതിനെക്കുറിച്ച് അവെയർ ആവാത്ത നിങ്ങളുടെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ, ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക, അവർക്കൊക്കെ ഉപകാരപ്പെട്ടോട്ടെ. ദെൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിലേക്ക് വരികയാണെങ്കിൽ അഥവാ ട്രിപ്പിൾ ബ്രാഞ്ചിലേക്ക് വരികയാണെങ്കിൽ 4,26,990 വരെ റാങ്കുള്ള സ്റ്റുഡൻസ് ആണ് NIT കാലിക്കറ്റിൽ കഴിഞ്ഞ വർഷം കയറിയിട്ടുള്ളത് 2025 JEE മുഖേന. ദെൻ അടുത്തതായിട്ട് ECE ബ്രാഞ്ച് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലേക്ക് വരികയാണെങ്കിൽ ഓപ്പൺ കാറ്റഗറിയിൽ 2,20,965 2.2 ലാഖിന് മുകളിൽ റാങ്കുള്ള സ്റ്റുഡൻറ്റിനും NIT കാലിക്കറ്റിൽ ഒരു സീറ്റ് ലഭിച്ചിട്ടുണ്ട്. ദെൻ ദി നെക്സ്റ്റ് എനർജി എഞ്ചിനീയറിംഗിലേക്ക് പോവുകയാണെങ്കിൽ എനർജി എഞ്ചിനീയറിംഗിൽ 7,70,804, അതായത് 7.7 ലാഖിന് മുകളിലുള്ള സ്റ്റുഡൻറ്റിന് എനർജി എഞ്ചിനീയറിംഗിൽ NIT കാലിക്കറ്റിൽ സീറ്റ് ലഭിച്ചിട്ടുണ്ട്. ദി നെക്സ്റ്റ് എഞ്ചിനീയറിംഗ് ഫിസിക്സിലേക്ക് പോവുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് ഫിസിക്സിൽ 4,24,146 റാങ്ക് വരെയുള്ള സ്റ്റുഡൻറ്റിന്, അതായത് 4.2 ലക്ഷത്തിന് മുകളിൽ റാങ്കുള്ള സ്റ്റുഡൻറ്റിന് NIT കാലിക്കറ്റിൽ സീറ്റ് ലഭിച്ചിട്ടുണ്ട്. ദെൻ ദി നെക്സ്റ്റ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, നമ്മുടെ വൺ ഓഫ് ദി കോർ ബ്രാഞ്ച് ആയിട്ടുള്ള മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് പോവുകയാണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നോക്കണം, നോൺ CIWGയിലേക്ക് വരികയാണെങ്കിൽ 5,21,079 വരെ റാങ്കുള്ള സ്റ്റുഡൻറ്റിന് NIT കാലിക്കറ്റിൽ കഴിഞ്ഞ വർഷം 2025 എൻ്റെ ഒപ്പം പഠിക്കുന്നവർ പലരും ഉണ്ടാവാം. ദെൻ ദി നെക്സ്റ്റ് വൺ ഈസ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്. പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിലേക്ക് പോവുകയാണെങ്കിൽ നോക്കണം, 9,76,475 അത്രയും റാങ്കുള്ള സ്റ്റുഡൻറ്റിനും NIT കാലിക്കറ്റിൽ 9,76,475
425 റാങ്കുള്ള സ്റ്റുഡൻറ്റിനും ദാസ സ്കീം മുഖേന non-CIWG കാറ്റഗറി മുഖേന NIT കാലിക്കറ്റിൽ സീറ്റ് ലഭിച്ചിട്ടുണ്ട്. എൻ്റെ ഒപ്പം എൻ്റെ ബാച്ചിൽ ഇതിൽ പലരും ഈ ഒരു റാങ്കുള്ളവർ പഠിക്കുന്നുണ്ടാവും. സോ 9 ലക്ഷത്തോളം റാങ്ക് ഉണ്ടെങ്കിൽ 9 ലക്ഷത്തിന് മുകളിലാണെങ്കിലും ഏതാണ്ട് 10 ലക്ഷത്തോളമാണ് നിങ്ങളുടെ റാങ്കെങ്കിൽ പോലും നിങ്ങൾക്ക് ജെയുടെ റാങ്കെങ്കിൽ പോലും നിങ്ങൾക്ക് NIT കാലിക്കറ്റിൽ സീറ്റ് ലഭിക്കാനുള്ള സാധ്യതയാണ് ആക്ച്വലി +1 +2 ഹയർ സെക്കൻഡറി നമ്മുടെ അബ്രോഡോ മറ്റോ പഠിച്ചിട്ടുള്ളവർക്ക് ലഭിക്കാൻ പോകുന്നുള്ളത് എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ അബ്രോഡ് പഠിക്കുന്നവരോ അല്ലെങ്കിൽ അബ്രോഡ് പഠിക്കാൻ വേണ്ടി പോയവരോ ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യുക. മാത്രമല്ല ഇനി നമ്മൾ എന്താണ് വീഡിയോ ചെയ്യേണ്ടത് എന്നും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ എന്താണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നും. സോ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.